ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയതിന് ശേഷം തായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോ കാണാനാണ് പോയത്. വൈകിട്ട് 8 മണിക്കായിരുന്നു അതിൻ്റെ ടൈം. അൽക്കസാർ ഷോയാണ് നമ്മൾ കാണാനായിട്ട് പോയത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഷോയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ, നിറച്ചും ആൾക്കാരായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രതിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഈ ഒരു ഷോ എങ്ങനെയുള്ള ഷോ ആണെന്ന്. ഈ ഒരു ഷോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ നാട്ടിലുള്ള ആളുകൾ പല രീതിയിൽ, പല വേഷത്തിൽ, പലതരം സ്റ്റെപ്പുകളിലൂടെ, പലതരം പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ മെയിനായിട്ടും അവതരിപ്പിക്കുന്ന എല്ലാവരും, ബോയ് ആയാലും ഗേൾ ആയാലും എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നാണ് നമ്മുടെ ഈ ഒരു തായ്ലൻഡിലെ ഗൈഡായിട്ടുള്ള ബേർഡ് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു തന്നത്. അത് ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ബേർഡ് എന്ന് പറഞ്ഞ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിലെ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ എത്ര ബോയ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അത്യാവശ്യം ഒരുപാട് ബോയ്സ് ഉണ്ട്, ഗേൾസും ഒരുപാടുണ്ട്. പക്ഷെ ആള് പറയുന്നത് ഇവരെല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. എല്ലാവരും ബോയ്സ് ആണ്. അപ്പോൾ ശരിക്കും അതിശയം തോന്നിട്ടോ. പിന്നെ നമുക്ക് ഇത് ഫോണിൽ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. ഈ ഒരു പ്രോഗ്രാം ഒരു 1.5-2 മണിക്കൂറോളം നീണ്ട ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. പിന്നെ അവർ ഈ പറഞ്ഞ മാതിരി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പുറത്ത് നിൽക്കും. ഇങ്ങനെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനൊന്നും ആരും നിന്നില്ല. അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഈ ഹോട്ടലുകളിൽ കയറുമ്പോൾ ഹോട്ടലുകളിലത്തെ കാഴ്ചകൾ തന്നെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട്. അത്യാവശ്യം എല്ലാവരും നല്ല വിശപ്പോടെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് ഫസ്റ്റ് ഡേയിലെ പരിപാടികളാണ് ഇത്രയും ദിവസം ഞാൻ ഇട്ടത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ മെനു ഒക്കെ വെച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. എല്ലാതൊന്നും അത്ര ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും പറ്റുന്ന പോലെ ഞാൻ അവിടുത്തെ ഡിഷസൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ രാവിലെയും ഉച്ചയ്ക്കും കണ്ട ഐറ്റംസൊക്കെ തന്നെയാണ് അവിടെ വീണ്ടും രാത്രി വെക്കുക. പിന്നെ ഇതിൽ ഉണ്ടാവാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ ബ്രെഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റംസൊക്കെയാണ്, ബ്രെഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ്. പിന്നെ ഇവരുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരമായിട്ട് ഇവർ കൊടുക്കുന്നത് റൈസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ പേരെന്താണെന്നറിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. പായസമാണോ അതോ പാച്ചോറിൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. സംഭവം നൈസായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എല്ലാ ഹോട്ടലുകളുടെയും ഫ്രണ്ട് ഏരിയയിൽ ഇതുപോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഞാൻ ചോദിക്കാനും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല രസകരമായിട്ട് തോന്നി, അതാണ് വീഡിയോ എടുത്തത്. ഈ ഹോട്ടൽ കാണാൻ തന്നെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലോട്ടാണ്. ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാണ്ടാവും, നമ്മളുടെ ഈ തായ്ലൻഡിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വാക്കിംഗ് സ്ട്രീറ്റ്. പുലർച്ചെ 5 മണി 6 മണി വരെയൊക്കെ അവിടെ വർക്കിംഗ് ആയിരിക്കും. പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോയതല്ല, പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ച് തന്നപ്പോൾ, നമ്മുടെ ഗൈഡ് വിവരിച്ച് തന്നപ്പോൾ ജസ്റ്റ് കുറച്ച് ദൂരം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ബൈക്കൊക്കെ ഉണ്ടല്ലോ, അതിവിടെ നമ്മുടെ ഓട്ടോ ടാക്സി പോലെ വിളിക്കുന്ന ഒരു ഓട്ടോ ബൈക്കാണ്. അങ്ങനത്തെ നമ്മൾ റെൻറ്റിന് വിളിക്കുന്ന വണ്ടി. ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം പോയി. ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 11-11:45 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ തിരക്ക് വരുന്നതേ ഉള്ളൂ. പുലർച്ചെ ആവുന്നതോടുകൂടി പൂര തിരക്കായിരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ യാത്രകളും വിശേഷങ്ങളും ഒക്കെ. നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.